സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇവിടെ എത്ര വിശ്വാസികളുണ്ട്? ഒന്ന് കരമുയർത്തിക്കാട്ടെ. സുഗന്ധമുള്ള വിശ്വാസികളാണോ സുഗന്ധമില്ലാത്ത വിശ്വാസികളാണോ? നമ്മളൊരു നല്ല സ്പ്രേ വാങ്ങുന്നതായ സമയത്ത് കടക്കാരൻ കുപ്പിയാണോ കാണിച്ചു തരുന്നത്? നോക്കൂ, ഈ കുപ്പി നോക്കൂ, ഇതിലെ സ്പ്രേ നല്ല സുഗന്ധമുള്ളതാണ്, നല്ല മണമുള്ളതാണ് എന്നാണോ സാധാരണ പറയുന്നത്? അതുകൊണ്ടാണ് വഴിയിൽ പോകുന്ന ആളുകളുടെ അടുക്കൽ ആ സ്പ്രേയുടെ ബോട്ടിൽ ഊരി എന്താണ് കം 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 അങ്ങനെ ചില ആളുകളാണെങ്കിൽ സ്പ്രേ വാങ്ങത്തേ ഇല്ല. ആവശ്യമുള്ള സമയത്ത് ആ കടയിൽ ചെന്നിട്ട് അതിനെത്രാണ് ഇതിനെത്രാണെന്നെല്ലാം ചോദിച്ചിട്ട് സ്പ്രേ അടിച്ചിട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾ സ്പ്രേ പൂശുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ പെർഫ്യൂം അടിക്കുമ്പോൾ അതിന് ഒരു മണവും വന്നിട്ടില്ല എന്നിരിക്കട്ടെ, നിങ്ങളത് വാങ്ങാനിടയാകുമോ? അതിനെ വില നിശ്ചയിക്കുന്നത് അതിൻ്റെ ബ്രാൻഡ് അനുസരിച്ചാണോ, അതിൻ്റെ ബോട്ടിൽ അനുസരിച്ചാണോ, അതോ അതിൻ്റെ സുഗന്ധം അനുസരിച്ചാണോ അതിൻ്റെ വില നിശ്ചയിക്കുന്നത്? അപ്പോൾ നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ആ സുഗന്ധം എന്താണ്? വിശ്വാസത്തിൻ്റെ ആ പ്രതിഫലം നമ്മിൽ കാണണം. ഇന്ന് വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ചെയ്യുന്നതെല്ലാം എന്താണ്? അവിശ്വാസ കാര്യങ്ങൾ, ലോകകാര്യങ്ങളാണ്. വേദപുസ്തകം പറയുന്നു വിശ്വാസികളോട്, നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം വിജയിക്കണമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ വീരന്മാരായി തീരണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്നറിയാമോ? എന്താണ് വേണ്ടതെന്നറിയാമോ? സമ്പത്തുകളോ നിങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതോ ഒന്നുമല്ല. എന്താണ് വേണ്ടത്? കഷ്ടത വേണം. എന്താണ് വേണ്ടത്? കഷ്ടത ആഗ്രഹിക്കുന്ന വിശ്വാസികളുണ്ടോ ഈ കാലത്ത്? കഷ്ടതയിൽ നിലനിൽക്കുന്ന വിശ്വാസികളുണ്ടോ ഈ കാലത്ത്? കഷ്ടതയിൽ ആനന്ദിക്കുന്ന വിശ്വാസികളുണ്ടോ ഈ കാലത്ത്? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം മുതൽ, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നു കുറയാ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കുതിര ഛേദത്തിലകപ്പെട്ടു. ഇങ്ങനെയുള്ള കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ സഭയിൽ വരുമോ? ഇങ്ങനെയുള്ള കഷ്ടതകൾ എന്നെപ്പോലുള്ള ദൈവദാസന്മാർക്ക് കിട്ടിയാൽ അദ്ദേഹം ദൈവവേല ചെയ്യുമോ? എന്തെല്ലാം കഷ്ടതകളാണ്! ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പ്രാണഭയത്തിലായി. ഒന്നു കുറയാ 40 അടി. യേശുവിനെ 1 പ്രാവശ്യമാണ് അടിച്ചത്. ഇദ്ദേഹത്തെ എത്ര പ്രാവശ്യമാണ്? 5 തവണ. ഒന്നു കുറയാ 40 അടി കൊണ്ടു. 3 വട്ടം കോലിനാൽ അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ഒരു കഷ്ടത വരുമ്പോൾ ഇത് ദൈവത്താൽ സംഭവിച്ചതാണെന്ന് ചിലർ വിചാരിക്കും. ഒരു നഷ്ടമുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണ് എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകും. നീ വിശ്വാസിയാണെങ്കിൽ, നീ ദൈവത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി, കർത്താവിൻ്റെ സാക്ഷിയായി നിലനിൽക്കുന്നതിനു വേണ്ടി നീ എന്തു തന്നെ ചെയ്യാൻ തീരുമാനിച്ചാലും അതിൽ കഷ്ടതകൾ ഉണ്ടാകും. അത് കർത്താവ് നമ്മെ പരിശോധിക്കാൻ വേണ്ടി അയച്ചതാണ്. പിശാച് നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നടക്കുന്നു. പിശാച് എപ്പോഴും നമ്മെ പരീക്ഷിക്കും. ദൈവം നമ്മെ പരിശോധിക്കുകയാണ്. പിശാചാണ് പരീക്ഷകൾ കൊണ്ടുവരുന്നത്. എന്നാൽ റിസൾട്ട് കൊടുക്കുന്നത് ആരാണ്? എന്താണ്? ആ പരീക്ഷയിൽ നീ വിജയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിനക്ക് പ്രമോഷൻ ഉണ്ട്. അടുത്തൊരു ലെവലിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക് നിനക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ എഴുതണം. ഒരു ഇൻ്റർവ്യൂവിന് പോകണം. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയത് കൊണ്ടാണ് സെലക്ട് ആകാതിരുന്നത് എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അത് വിവേകമാണോ അവിവേകമാണോ? എന്താണ്? ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ ഉണർവിലേക്ക് നമ്മെ കൊണ്ടുപോകണമെന്നും
വിശ്വാസത്തിൽ ബലപ്പെടുത്തണമെന്നും ആശിക്കുന്നതായ സമയത്ത് കർത്താവ് നമുക്ക് കഷ്ടത അനുവദിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ എല്ലാവർക്കും കഷ്ടത ഉണ്ടാകും. ധനവാൻ ലാസറിനെ അയക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, നീ ഭൂമിയിൽ ജീവിച്ച് സുഖം അനുഭവിക്കുവാനിടയായി. ഇവനാണെങ്കിൽ കഷ്ടത അനുഭവിച്ചു, അതുകൊണ്ട് അവനിവിടെ ആനന്ദിക്കുന്നു. ധനവാന്മാരെ, നിങ്ങളുടെ ചിരിയെ വിലാപമാക്കി മാറ്റൂ. ഇന്നു ചിരിക്കുന്നതായ നിങ്ങൾ ഒരു നാൾ കരയും എന്ന് ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നു. പൗലോസിന്റെ ജീവിതം നോക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ വന്നതുപോലെ ഉള്ളതായ കഷ്ടതകൾ ഇന്നുള്ള ദൈവദാസന്മാർക്ക് വരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിൽ തന്നെ 10-15 പാസ്റ്റർമാരിൽ കൂടുതലായിട്ട് കാണുകയില്ലായിരിക്കും. ഇന്നുള്ളതായ ദൈവദാസന്മാർക്ക് സുഖമാണ് വേണ്ടത്. പേര് വേണം, പ്രശസ്തി വേണം, ബഹുമാനം വേണം, ലാഭം വേണം, ഉയർച്ചയുണ്ടാകണം. അപ്പോഴാണ് ദൈവവേല നന്നായിട്ട് നടക്കുന്നത് എന്ന് അവർ പറയുന്നു. ഒരു യഥാർത്ഥ ദൈവദാസൻ കഷ്ടത അനുഭവിക്കും. ശാരീരികമായിട്ടുള്ള കഷ്ടത, മാനസികമായിട്ടുള്ള കഷ്ടത, സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന കഷ്ടത, സാമ്പത്തികപരമായ കഷ്ടത, കുടുംബപരമായ കഷ്ടത, അങ്ങനെ എത്രയോ തരത്തിലുള്ള കഷ്ടതകൾ ഇന്നുള്ള മനുഷ്യർക്കുണ്ടെന്ന് അറിയാമോ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ കഷ്ടതയാണോ സന്തോഷമാണോ? കല്യാണം കഴിഞ്ഞവരെന്ന് പറയാമോ? കല്യാണം കഴിഞ്ഞവരെന്ന് കൈയിരുത്താമോ? വിവാഹത്തിന് മുമ്പായിരുന്നോ ബുദ്ധിമുട്ട്? വിവാഹത്തിന് ശേഷമാണോ കഷ്ടത? കല്യാണത്തിന് ശേഷമാണോ? പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ചത്? എന്തിനാണ് കല്യാണം കഴിച്ചത്? ബൈബിളിൽ മുൻപേ പറഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് ഭൗതികമായിട്ടുള്ളതായ കഷ്ടതകൾ ഉണ്ടാകും. ഒരാൾ തന്നെയാണെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. രണ്ടുപേരുണ്ടായിരിക്കുന്ന സമയത്ത് പരസ്പരം ഐക്യതയോടുകൂടിയായിരിക്കണം. പരസ്പരം സഹിക്കുകയും ക്ഷമിക്കുകയും വേണ്ടതാണ്. അതുപോലെ നിന്റെ കുടുംബജീവിതത്തിൽ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രസവവേദന നീ അനുഭവിക്കേണ്ടതായിട്ട് വരും. മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ മാതാപിതാക്കൾ കഷ്ടത അനുഭവിക്കണം. നിന്റെ കാര്യം നീ നോക്കുകയല്ല, നിന്റെ കുടുംബത്തെ കാര്യം നീ നോക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എനിക്ക് കുടുംബ ജീവിതം വേണ്ട എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? 100-ൽ 1-2 പേരെ പറയുമായിരിക്കും എനിക്ക് വിവാഹം വേണ്ട എന്ന്. ഒരു പയ്യൻ പറഞ്ഞു എനിക്ക് വിവാഹം വേണ്ട എന്ന്. എന്താണെന്ന് ചോദിച്ചു പറയും, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുമ്പോൾ അത് കൊടുത്ത് ഭാര്യയ്ക്ക് സാരി വാങ്ങണമോ? ഞാൻ അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട് അവൾക്ക് ആഹാരം കൊടുക്കണമോ? ഞാൻ അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളുടെ ഫീസ് കെട്ടണമോ? എന്തിനാണ് ഈ അനാവശ്യമായ ചെലവുകൾ? അതുകൊണ്ട് എനിക്ക് വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അധ്വാനിക്കുന്ന പണം ഞാൻ തന്നെ ഉപയോഗിച്ചു കൊള്ളാം. ആ പണമെല്ലാം വെച്ചിട്ട് ഒരു പൂമാല ഉണ്ടാക്കിയിടാമെന്ന്. എന്താണ് ഇവർ പറയുന്നത്? താൻ ത്യാഗം ചെയ്തുകൊണ്ട് തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും പോറ്റി വളർത്തുക എന്നത് എത്ര ആനന്ദമാണെന്ന്, താൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ചു കൊണ്ടുവരുന്നതായ പണം കൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റുന്നത് അത് എത്രത്തോളം സന്തോഷകരമാണെന്ന് ഒരു വിശ്വാസിക്ക് അറിയാം. വിശുദ്ധനായ പൗലോസ് ഇവിടെ കഷ്ടത സഹിക്കുന്നു. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയല്ല കേട്ടോ. എത്രത്തോളം കഷ്ടത അനുഭവിക്കുന്നു, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഓരോ പണവും കൊണ്ടുവന്നിട്ട് എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അവളത് സേഫ് ലോക്കറിൽ വെച്ച് പൂട്ടുന്നു. നിങ്ങൾക്കറിയാമോ? ഭാര്യയും മക്കളെയും നോക്കുന്ന വിഷയത്തിൽ വലിയ ത്യാഗമായിട്ട് ചില ആളുകൾ ഭാവിക്കുകയാണ്. അറിയാമോ? അത് നിന്റെ കടമയാണ്. ഒരുവൻ തൻ്റെ കുടുംബത്തെ പോറ്റുന്നില്ല എങ്കിൽ അവൻ അവിശ്വാസിയേക്കാൾ മോശം വ്യക്തിയാണ്. ഇവിടെ പൗലോസിന്റെ കഷ്ടത നാം നോക്കുമ്പോൾ തനിക്ക് വേണ്ടി എല്ലാ കഷ്ടത അനുഭവിക്കുന്നത്. തനിക്ക് ഭാര്യയും മക്കളെയും അവിടെ കാണുന്നില്ല. തൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാ കഷ്ടത അനുഭവിക്കുന്നത്. താൻ സുവിശേഷം നിമിത്തമാണ് കഷ്ടത അനുഭവിക്കുന്നത്. ദൈവനാമത്തിലാണ് കഷ്ടത അനുഭവിക്കുന്നത്. ഇന്ന് എത്ര ആളുകളുണ്ട് ദൈവനാമത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർ? നിന്റെ ജോലിയുടെ വിഷയത്തിൽ നീ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തെ നോക്കുന്ന വിഷയത്തിൽ നീ കഷ്ടത അനുഭവിക്കുന്നു. എന്നാൽ എത്ര ആളുകൾ ഇന്ന് നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയതായ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി, അവൻ്റെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കുവാനായി, അവൻ്റെ നാമത്തെ അറിയാത്തവർക്ക് അവൻ്റെ നാമത്തെ അറിയിച്ചു കൊടുക്കുവാൻ കഷ്ടത അനുഭവിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ അറിയാൻ കഴിയും, ഇന്ന് അനേകം ആളുകൾ ലാഭത്തിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. സുഖത്തിനു വേണ്ടി ഒരു ജീവന ഉപാധിയായിട്ട് ദൈവവേലയെ കാണുന്നു. അത് ദുഃഖകരമാണ്.
പൗലോസിന്റെ ജീവിതത്തെ കാണുമ്പോൾ നമുക്ക് കാണാം 26-ാമത്തെ വാക്യം. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണങ്ങളിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാൽ ഉള്ളതായ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം. അങ്ങനെ യാത്ര ചെയ്യുക എന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? എളുപ്പമാണോ? കഷ്ടമാണോ? എയ്റോപ്ലെയിനിലാണെങ്കിൽ സുഖമാണോ? കാറിലാണെങ്കിൽ സുഖമാണോ? AC കോച്ചിലാണെങ്കിൽ സുഖമാണോ? ഗവൺമെന്റ് ബസ്സിലാണെങ്കിൽ സുഖമാണോ? ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ സുഖമാണോ? ഞാൻ എല്ലാ രീതിയിലുമുള്ള യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഓരോ രീതിക്കും അതിൻ്റെതായ കഷ്ടതകളുണ്ട്. എന്താണ് സക്സസ്ഫുൾ ഗോഡ് സെർവൻ്റ് എന്ന് പറയുകയില്ല. എന്താണ് എന്ത് ചെയ്യാം, അവൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയും. ഹല്ലേലൂയയും കൈയടിയും ഒന്നും കാണത്തില്ല. എന്താണ് അവൻ്റെ വേലയിൽ എന്തായിരിക്കുമുള്ളത്? നിങ്ങൾ ശ്രദ്ധിക്കുക, 1 മണി വരെ ആലയത്തിലിരുന്ന് ഉപവസിക്കുന്നവൻ്റെ ജീവിതത്തിൽ കഷ്ടതയാണോ ഉള്ളത്? ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ 1 മണിക്കൂർ സഭയിൽ ഇരുന്നിട്ട് ഹല്ലേലൂയാ പോയിട്ട് വരൂ എന്ന് പറഞ്ഞാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിട്ടും അവിടെ തന്നെ ഇരുന്ന് ആരാധിക്കുവാൻ എത്ര വിശ്വാസികൾ ഇഷ്ടപ്പെടുന്നുണ്ട്? അങ്ങനെയുള്ള സഭകളിൽ എത്ര വിശ്വാസികൾ കാണും? ഇന്ന് മനുഷ്യർ കഷ്ടത ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ പോലും പൗലോസ് ഞാൻ വിശ്രമം എടുക്കുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയില്ല. അതുപോലെ ഒരു ഉന്നതമായ അഭിവൃദ്ധിയും സമൃദ്ധിയും അനുഭവിച്ചതായിട്ട് ശുശ്രൂഷയിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ എത്രയോ കഷ്ടതകൾ വന്നിട്ടും, തടവറയിൽ അടയ്ക്കപ്പെട്ടിട്ടും, ശിരച്ഛേദം ചെയ്തപ്പോഴും ഞാൻ വിശ്വസിച്ചവനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല, അതുകൊണ്ട് ഞാൻ നിരാശപ്പെടില്ല, എൻ്റെ കഷ്ടതയിലും ഞാൻ ആനന്ദിക്കുന്നുണ്ട്. ഈ ദിവസം മുതൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി താൻ കഷ്ടത അനുഭവിക്കണം. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, കർത്താവെ കഷ്ടത അനുഭവിക്കാൻ പഠിപ്പിക്കണമേ. ഉപവാസ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്. ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു. ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും തടസ്സങ്ങൾ കാരണം എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല. കർത്താവിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു അപമാനമോ ഒറ്റപ്പെടലോ വരുമ്പോൾ തളർന്നു പോവുകയാണ്, നിരാശപ്പെടുന്നു, അധൈര്യപ്പെടുന്നു. കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന വലിയ ഭാഗ്യമാണെന്നും, കഷ്ടത്തിൽ കൂടി സഹിഷ്ണുതയും, കഷ്ടത്തിൽ കൂടി ആത്മീയ ശക്തിയും, കഷ്ടത്തിൽ കൂടി അനുഭവങ്ങളും ഞങ്ങൾക്ക് നൽകുന്നുവെന്നും, കഷ്ടത ഞങ്ങളെ പരിപൂർണരാക്കി മാറ്റുന്നുവെന്നും, കഷ്ടത നിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്നും വിശ്വസിക്കുവാൻ സഹായിക്കണമേ. അതേ കർത്താവേ, നിന്നോടൊപ്പം കഷ്ടം അനുഭവിക്കാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. കർത്താവേ, എനിക്ക് നിന്നോടൊപ്പം ആയിരിക്കണം. അങ്ങയെ വിട്ടിട്ട് ഞാൻ പോവുകയില്ല. കർത്താവേ, അല്പകാലം കഷ്ടത അനുഭവിച്ചതിന് ശേഷം ഞങ്ങളെ ബലപ്പെടുത്തി പരിപൂർണരാക്കി മാറ്റി ശക്തിപ്പെടുത്തി സ്ഥിരപ്പെടുത്തുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തെത്രയോ ആളുകൾ ഉണ്ടായിരുന്നിട്ടും സർവശക്തനായ സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളെ തിരഞ്ഞെടുക്കുവാനിടയായല്ലോ. ഈ ലോകത്തിൽ കഷ്ടത അനുഭവിച്ച് കണ്ണുനീരൊഴുക്കി അധ്വാനിച്ചുകൊണ്ട് ത്യാഗത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ, നിന്റെ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. നിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് വലിയ ഉണർവിനെ ഞങ്ങളിലേക്ക് അയക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ